സിനിമ ഭയങ്കര റിസ്ക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് നമ്മൾ ലൈഫ് സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് സിനിമയിൽ എന്തെങ്കിലും ആകണം. അത് ഇന്ന ദിവസം ആകുമെന്നോ നാളെ ആകുമെന്നോ മറ്റന്നാളാകുമെന്നോ പറയാനേ പറ്റത്തില്ല. രാജു അങ്ങനെ ഒരു കംഫർട്ട് പൊസിഷനിലാണ് ഞാനന്ന് എവിടെയും പറഞ്ഞതായിട്ടോ അതൊന്നും എനിക്കങ്ങനെ അറിയില്ല. പക്ഷെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആ ഹോംവർക്ക് അതിനകത്തുണ്ടായിരുന്നു കൃത്യമായിട്ടും. എസ്രയ്ക്ക് ഹോംവർക്ക് ഉണ്ടെന്ന് എന്താണ് നമ്മൾ അത് തന്നെ ഞാൻ പണ്ട് മുതൽ കണ്ട് ശീലിച്ച കുറെ സംഗതികൾ എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഈ മൂവിയുടെ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ റൂമർ കേട്ടത് പണ്ട് ഞാൻ കേട്ടത് ഇങ്ങനെ ഓർമ്മ വെച്ചേക്കുന്നതാണ്, പ്രേതം ശരിക്കും വന്നു പ്രത്യക്ഷപ്പെട്ടു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, പ്രേതമുണ്ട് കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. ലൂസിഫറിൽ ആ ചില മറ്റേ ലക്ഷദ്വീപിൽ നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന രാജു ആ ബോട്ടിനകത്ത് കയറി ഫൈറ്റും കാര്യങ്ങളും, 2 ബോട്ട് വരികയും മറ്റേ ബോട്ട് സെന്റർ വരികയും ഒക്കെ ചെയ്യേണ്ട ഒരു സാധനമാണ്. അതിലൊരു മാജിക് തന്നെ കാണാൻ പറ്റുമോ ഞങ്ങൾക്ക്? മാജിക് ഒന്നുമില്ല, അതിനകത്ത് മെനക്കേട് കാണാൻ പറ്റും. കണ്ടിറങ്ങുമ്പോ ശരിക്കും എല്ലാരും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തന്നെ അതിനകത്ത് കാണാൻ പറ്റും. ഒരു അമരക് ബ്രന്തോണി ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു വാം ലൈറ്റ്സ് അന്ന് കൂടുതൽ യൂസ് ചെയ്തിട്ട് കുറച്ചൊരു ഗോൾഡൻ ടോൺ, എല്ലാവർക്കും ഒരു ഭയങ്കര രസമുള്ള ഗോൾഡൻ ടോണിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ആൽവിൻ ആൻ്റണിയൊക്കെ എന്ത് ലൈറ്റ് ഇയാൾ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ലൊക്കേഷനിലൊക്കെ APSC ലളിത ചേച്ചിയുടെ ഈ മുതുക് ഭയങ്കരമായിട്ട് പൊള്ളി ചുവന്ന് പോയി. കാര്യം അത് കുറേ സമയം ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ അടിക്കുമ്പോൾ ഇത് അന്ന് ചേച്ചി മഞ്ജുവിൻ്റെ അടുത്ത് പറയണ്ട, നിന്റെ ഭർത്താവ് എന്നെ പൊള്ളിച്ചോട്ടെ, ഇവിടെ നോക്കി എൻ്റെ നോക്കി എന്തൊക്കെ പറഞ്ഞു. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഇപ്പം കേരള കഫേ തൊട്ടാണ് ഒരു ഇൻഡിപെൻഡന്റ് അല്ലെ, ഒരു ക്യാമറ സിനിമാറ്റോഗ്രാഫറായി വർക്ക് ചെയ്തത്. ഷാജി കൈലാസൻ സാറാണ് വിളിച്ചതൊക്കെ കാര്യങ്ങൾ. അപ്പൊ സാറിനെ പറ്റി ഒരു ബെസ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഷാജി കൈലാസ് സാറിനെ പറ്റി. ഷാജി കൈലാസ് സാറിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഞങ്ങള് പുള്ളിയുടെ 2ാമത്തെ സിനിമ സൺഡേ 7 PM എന്ന് പറയുന്ന സിനിമ, ഈ സമയത്ത് അന്ന് ജഗന്നാഥ വർമ്മ സാറുണ്ടായിരുന്ന സമയം, ജഗന്നാഥ വർമ്മ മനുവർമ്മ 2 പേരുണ്ടായിരുന്ന സമയം. മനുവർമ്മ അന്ന് സിനിമയിൽ അഭിനയിക്കുന്ന സമയമാണ്. അന്ന് ഇപ്പം സീരിയൽസിലേക്ക് മാറി, അന്ന് സിനിമ അഭിനയിക്കുന്ന സമയം. അപ്പം ഞാനും അച്ഛനും കൂടി അച്ഛൻ ജഗന്നാഥ വർമ്മയെ ചെണ്ട പഠിപ്പിക്കാൻ പോയ സമയം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനുവർമ്മ കയറി വരുന്നു. അപ്പം ഞാൻ വളരെ കുഞ്ഞാണ്, 89. സോ എനിക്ക് തോന്നുന്നു SLC കഴിഞ്ഞിട്ടുള്ള സമയങ്ങളാണ്. മനുവർമ്മ കയറി വരുന്നു, എങ്ങനെയുണ്ട് സിനിമ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നു. നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല പയ്യനാ എന്നൊക്കെ പറയുന്നു. നല്ല ഡയറക്ടർ, ഉഗ്രനായിട്ട് നന്നായിട്ട് വരുന്ന ഡയറക്ടർ. അപ്പോൾ അങ്ങനെയാണ് ഷാജി കൈലാസ് എന്നുള്ള പേര് ഞാൻ ആദ്യം അങ്ങനെ രജിസ്റ്റർ ആയിരുന്നു. ന്യൂസ് അതിന് മുമ്പ് ഇറങ്ങിയ സിനിമ ന്യൂസ് അത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഈ പേരിങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞ് കേൾക്കുന്നത് തന്നെ അപ്പോഴാണ്. പിന്നെ ആ സിനിമ എപ്പോഴാണ് ഇറങ്ങുക നമുക്ക് കാണേണ്ട വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ല. അങ്ങനെ എനിക്ക് ആദ്യം പരിചയം ഉള്ളൊരു വ്യക്തിയാണ് ഷാജി, കേട്ട് പരിചയമുള്ളൊരു വ്യക്തിയാണ്. അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം പിന്നെ വലിയ സിനിമകൾ സംവിധാനം ചെയ്തു, വളരെ ഹിറ്റായിട്ടുള്ള കുറേ അധികം സിനിമകൾ സംവിധാനം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ചാൻസ് കിട്ടാൻ ഞാൻ അദ്ദേഹത്തിനോട് അസിസ്റ്റ് ചെയ്തിട്ട്, രാജരത്നം സാറിന് അസിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് 2-3 സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അന്നും ഞങ്ങൾ തമ്മിലൊരു നല്ല ടൈംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി പുള്ളി എന്നെ വിളിച്ചതിൽ ഭയങ്കര ഭാഗ്യം. എത്രയോ പേരുണ്ട്, പുള്ളിക്ക് പരിചയമുള്ള എത്രയോ പേരുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ക് ഫാക്ടർ ഉണ്ടെന്ന്. ലക്ക് ഫാക്ടറോടെ വർക്കായിട്ടില്ലെങ്കിൽ പിന്നെ അത് ലക്ക് ഫാക്ടർ എങ്ങനെ വരുന്നു, ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ പുള്ളി ഷാജി സാറിന് അത് അറിയാം, ഓക്കെ അവനെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഡെഡിക്കേഷൻ അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ലക്ക് ഫാക്ടർ ഉണ്ടായിരുന്നു, രണ്ടും വേണം. ഇപ്പം അതുപോലെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ എസ്രയുടെ ഒരു ലൈറ്റിങ്ങും ഒരു ഹൊറർ മൂവിയാണ്. അതിൻ്റെ ഇപ്പൊ സോങ് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ബ്രൈറ്റും കാര്യങ്ങളാണ്, പക്ഷെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ വേറൊരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. ആക്ച്വലി ഒരു മൂവി എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ അഭിനയിക്കെങ്കിലും പ്രേക്ഷകരുടെ മുന്നിൽ എത്തണമെങ്കിൽ നമുക്കൊരു ഫീല് ക്രിയേറ്റ് ചെയ്യണമല്ലോ. ക്യാമറയുടെ ഉള്ളിൽ കൂടെയും നമുക്കൊരു ഫീല് കിട്ടണമല്ലോ. ആ എക്സ്ട്രാ മൂവിക്ക് എന്തൊക്കെ എഫേർട്സ് ആണ് സാർ എടുത്തേക്കുന്നത്? നേരത്തെ പറഞ്ഞതന്നെ പറയാനുള്ളൂ. അതായത് നമ്മളൊരു സ്ക്രിപ്റ്റ്, ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ അതിനകത്ത് നമ്മളൊരു ഡെഡിക്കേറ്റീവായിട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യണം.
ആ ഹോംവർക്ക് അതിനകത്തുണ്ടായിരുന്നു കൃത്യമായിട്ടും. എസ്രയ്ക്ക് ഹോംവർക്ക് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ അത് തന്നെ ഞാൻ പണ്ട് മുതൽ കണ്ട് ശീലിച്ച കുറേ സംഗതികൾ എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVs ഉള്ള സമയത്ത്, അല്ലെങ്കിൽ അത്തരം TVകളുള്ള സമയത്ത്, ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ TV കാണുമ്പോൾ പെട്ടെന്ന് ദൂരദർശനിൽ കറണ്ട് പോകും. നമുക്കിവിടെ പോകത്തില്ല, ദൂരദർശനിൽ പോകും. ദൂരദർശനിൽ കറണ്ട് പോകുമ്പോൾ മൊത്തത്തിലൊരു മറ്റേ ഗ്രെയിനി ഫീൽ ആയിരിക്കും. ആഷ് എന്നുള്ള സൗണ്ടും ഗ്രെയിനി ഫീലും മാത്രമായിരിക്കും. അപ്പോൾ ആ സൗണ്ട് നമ്മളിപ്പം ഡയലോഗ്സ് കേൾക്കാൻ കുറച്ച് ഉറക്കാണ് വെച്ചിരുന്നെങ്കിൽ ഇത് ഭയങ്കര സൗണ്ടായിട്ട് ഫീൽ ചെയ്യും. പെട്ടെന്ന് നമുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രെയിനി സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് വരിക. അതുപോലെ നമ്മൾ ഇരുട്ടത്തൊക്കെ നടക്കുവാണെങ്കിൽ, രാത്രിയിലൊക്കെ നടക്കുവാണെങ്കിൽ വെളിച്ചമുള്ള സ്ഥലത്തുകൂടി നമ്മൾ ധൈര്യമായിട്ട് നടക്കും. പക്ഷെ വെളിച്ചമില്ലാത്ത സ്ഥലത്ത് കൂടി നടന്ന് ഇച്ചിരി ലൈറ്റ് കുറവുള്ള സ്ഥലത്ത് കൂടി ഒരാൾ വെറുതെ അങ്ങോട്ട് പാസ് ചെയ്താലും അയ്യോ ധാരാണോ ഒരു ഫീല് നമുക്ക് വെറുതെ വരും. മറ്റേ നമുക്ക് ആ കാണുന്നുണ്ട്, നമുക്ക് പേടിയില്ല. കാണാതിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു അയ്യോ ആണോ എന്ന് പറഞ്ഞ് ഫീല് വരും. അപ്പം അങ്ങനെയുള്ളൊരു സാധനം ഇതിനകത്ത് എല്ലാ സമയത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട് എസ്രയ്ക്കകത്ത്. ഈ മൂവിയുടെ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ റൂമർ കേട്ടത്, പണ്ട് ഞാൻ കേട്ടത് ഇങ്ങനെ ഓർമ്മ വെച്ചേക്കുന്നതാണ്, പ്രേതം ശരിക്കും വന്നു പ്രത്യക്ഷപ്പെട്ടു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, പ്രേതമുണ്ട് കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. അത് പ്രേതത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടല്ല. പക്ഷെ അത് വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഒരു 10-200 പേര് വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ വിശ്വാസം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾക്ക് അത് വിശ്വാസം ഉണ്ടെങ്കിൽ അത് വിശ്വാസമാണ്, അതങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു, ശരി ആയിക്കോട്ടെ എന്ന് കുറച്ച് പേർക്ക് തീരുമാനം ഉണ്ടെങ്കിൽ ശരി ആയിക്കോട്ടെ എന്ന് എല്ലാവരും പറയുന്നു, സമ്മതിക്കുന്നു. ഈ എസ്രയുടെ സമയത്ത് എപ്പോഴെങ്കിലും ഈ നൈറ്റിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഹൊറർ ഫീല്, അത് ഡേയിൽ സെറ്റ് ചെയ്ത് അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പൊ നൈറ്റ് ആണ്, പക്ഷെ ശരിക്കും ഡേ ആണ് അവിടെ നടക്കുന്നത്, ഡേയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്, പക്ഷെ ഫിലിമിൽ നൈറ്റ് ആണ് കാണിക്കേണ്ടത്. അത് ഇന്ത്യയിലെ പോർഷൻസ് ഒക്കെ കുറച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാര്യം കുറേ അധികം പോർഷൻസ് നൈറ്റ് ആണ് അവിടെ വേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നൈറ്റ് പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് എല്ലാവർക്കും ഭ്രാന്താണ്, നമുക്ക് ഉറങ്ങും ഒക്കെ വേണ്ടേ. ആർട്ടിസ്റ്റിനും ഒട്ടും കംഫർട്ടല്ലാതെ വരും കുറച്ച് കഴിയുമ്പോൾ. അവരുടെ കംഫർട്ട് ഇതിനകത്തൊരു പ്രമുഖ കാര്യമില്ല. കാരണം അവരുടെ എക്സ്പ്രഷൻസ് ആണ് നമുക്ക് ആ ക്യാരക്ടറിൻ്റെ എക്സ്പ്രഷൻസ് ആയിട്ട് നമുക്ക് പുറത്തു വരേണ്ടത്. അപ്പോൾ അത് അവരുടെ കംഫർട്ട് ആവണം. അവർ കുറച്ചുകൂടി നല്ല സമയം പകലാണ് അവർ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ളത്. സോ അങ്ങനെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അതല്ലേ എൻ്റെ ശരി. ഓക്കെ. ഇപ്പം സാറിന് ഇഷ്ടപ്പെടുന്നത് ആംഗിൾ ചിലപ്പോൾ ഡയറക്ടറിന് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടറിന് ഉദ്ദേശിക്കുന്ന വേറൊരു രീതിയിലുള്ള ഒരു ഔട്ടായിരിക്കും. അപ്പം നിങ്ങളുടെ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് ആസ് എ ഡയറക്ടർ, ആസ് എ സിനിമാറ്റോഗ്രാഫർ? പലരും പലതല്ലേ, എല്ലാവരും ഒരേപോലെ അല്ല പെരുമാറുക എപ്പോഴും. പല ഡയറക്ടേഴ്സിനും പല ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ചിലർ നമ്മളോട് ചോദിക്കും, ചിലർ നമ്മളോട് ചോദിക്കില്ല, ഇത് പറയത്തേ ഉള്ളൂ. അത് നമുക്കത് വേണമോ വേണ്ടയോ, എങ്ങനെയാണ് നമ്മളവിടെ ബിഹേവ് ചെയ്യേണ്ടത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് അല്ലേ. എല്ലാവരും അത് പേഴ്സണലി തീരുമാനിക്കപ്പെടേണ്ടതാണ്. ഇത് തന്നെയാണോ ചോദിച്ചത് എൻ്റെ അടുത്ത്? എനിക്ക് ആ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായില്ല. കാര്യം ഒരു ഡയറക്ടറും ക്യാമറമാനും നല്ല സിംഗിൾ വർക്ക് ചെയ്യുക എന്നുള്ളതല്ലേ ഉള്ളൂ സിനിമയ്ക്ക്. അതിനപ്പുറത്തേക്ക് ഒരു എന്താണ് എൻ്റെ ഉദ്ദേശിക്കുന്നത്, എന്താണ് എൻ്റെ ഉത്തരം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഡയറക്ടറിന് ഇപ്പൊ ഒരു ആക്ട്രസ് അപ്പിയറൻസ് ചെയ്യേണ്ടത് ഒരു രീതി ഉണ്ടോ മനസ്സിൽ. ഇപ്പൊ ചില സമയത്ത് സിനിമാറ്റോഗ്രാഫറിനോട് പറയുമ്പോൾ മനസ്സിലാക്കണം എന്നില്ലല്ലോ, മനസ്സിലാക്കി എടുക്കാൻ വേറെ രീതിയിലായിരിക്കും സാർ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്? കാരണം ഡയറക്ടർ പറയുന്നത് സാറിന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല പുള്ളി പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും ബാരിയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? ഓക്കെ, അത് വളരെ ചുരുക്കം ചില സംഗതികളിൽ ചിലപ്പം വന്നുകൂടായികയില്ല എന്ന സെൻസ് എനിക്കത് ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമാറ്റോഗ്രാഫറിന് എനിക്കത് സംഭവിച്ചിട്ടില്ല. പക്ഷേ സിനിമാറ്റോഗ്രാഫേഴ്സിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ചില അഭിപ്രായങ്ങളും ചെയ്യുന്ന കാര്യങ്ങളോട് ഇതല്ല എനിക്ക് വേണ്ടത്, കുറച്ചുകൂടി വേറൊരു തരത്തിലാകാം എന്ന അഭിപ്രായം പറയുന്നുണ്ട്, തെറ്റൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു സിനിമാറ്റോഗ്രാഫറാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അഭിപ്രായം അല്ലെങ്കിൽ അങ്ങോട്ട് ചോദ്യമോ അഭിപ്രായമോ ഞാൻ പറഞ്ഞിരിക്കും. അങ്ങനെ ഒരാൾ അഭിപ്രായം പറയുന്നത് ചോദിക്കുന്നത് തെറ്റാണെന്നും എനിക്ക് അഭിപ്രായമില്ല. എന്നോടൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല അല്ലേ മൂഡ്, അപ്പോൾ വേറെ എന്ത് നമുക്ക് മൂഡ് ചെയ്യാം എന്ന് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയും ആ മൂഡിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും. ഇപ്പോൾ ഞാൻ പൃഥ്വിരാജിനെ കുറിച്ച് വീണ്ടും വരാം. എസ്രയിൽ JK എസ്ര എന്ന സിനിമയുടെ ഡയറക്ടർ JK ആക്ച്വലി ഇതിൻ്റെ ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു മറ്റേ നമുക്ക് ഇത് ഇങ്ങനെ കുറച്ചുകൂടി ലൈറ്റ് കുറഞ്ഞ് നമുക്ക് ചെയ്താലോ, ലൈറ്റ് ഇല്ലേ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ലൈറ്റ് ഇല്ല നമുക്ക് നോക്കിയാലോ,
ഇങ്ങനൊരു കോൺവെർസേഷൻ എപ്പോഴും അത് ഭയങ്കര ഹെൽത്തി കോൺവെർസേഷനാണ്. മനസ്സിലായി. രാജുവിൻ്റെ ഭാഗത്തുനിന്ന് രാജു ലൂസിഫറിനകത്തും ഇതിനകത്തും 2 സീക്വൻസിൽ എമ്പുരാനകത്തും ഓരോ സീക്വൻസിൽ ഇത് പറഞ്ഞിരുന്നു. അതായത് എനിക്ക് കുറച്ചുകൂടി വേറൊരു തരത്തിലുള്ള ഷെയ്ഡ്സ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, വേറൊരു ഫീൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതൊരു ഹെൽത്തി ഡിസ്കഷനാണ്. എല്ലാവരും ഒരേപോലെ ആ സീനിനെ നമ്മൾ കാണണമെന്നില്ല പലപ്പോഴും. ഇപ്പൊ കമൽ സാറിന് ഇന്റർവ്യൂ ചെയ്തപ്പോ കമൽ സാർ പറഞ്ഞു പണ്ട് കാലത്ത് സാറൊക്കെ പിടിക്കുമ്പോൾ മോണിറ്റർ എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം ഇല്ല, മോണിറ്ററിംഗ് ഇല്ല. ക്യാമറക്കാരന്റെ അടുത്ത് നിന്നിട്ട് സിനിമ ഒന്ന് കാണിക്കാമോ, അപ്പൊ അതിലുള്ള ഒരു വ്യൂ പോയിന്റ് ഉള്ളു സാറിനൊക്കെ. പക്ഷെ ഇപ്പൊ കാലം മാറി, ഇപ്പൊ മോണിറ്ററിംഗ് ഉണ്ട്, ഇപ്പൊ ഒരുപാട് പേർക്ക് ആക്സസ് കിട്ടുന്നുണ്ട്. സജഷൻസ് ഒരുപാട് വരാം, മേ ബി വരാണ്ടിരിക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് സജഷൻസ് വരുമ്പോ സാർ എങ്ങനെ അത് ഓവർകം ചെയ്യുന്നത്? അത് പെട്ടുപോയിട്ടുള്ള അവസ്ഥയുണ്ട് കേട്ടോ. അതായത് ഒരു തെലുങ്ക് സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ അധികം ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ സീൻ, അതിന് വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനാണ്. കുറേ ദിവസം മുമ്പ് ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്, എങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് കുറേ അധികം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ കൺഫ്യൂസ്ഡായി. അയ്യോ ഇതിപ്പം ആക്ച്വലി പണി പാളുമോ, നമ്മൾ എന്ത് ചെയ്താലാണ് അപ്പോൾ അവർക്ക് തൃപ്തിയാവുക. അതായത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഷോട്ട് വേണം, ഒരു റെഫറൻസ് വന്നിട്ട് ഇങ്ങനെ ഒരു ഷോട്ട് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനപ്പുറത്തോ ഇപ്പുറത്തോ ചെയ്ത് നമുക്ക് വേറൊരു തരത്തിൽ ഇങ്ങനെ ഷോട്ട് വയ്ക്കാമെന്നൊക്കെ പറയാൻ പറ്റും. ഇത് പ്ലെയിനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഡയറക്ടർ ചോദിക്കുന്നു, മറ്റേ ചോദിക്കുന്നു, അസിസ്റ്റൻറ്റ് ചോദിക്കുന്നു, അസോസിയേറ്റ് ചോദിക്കുന്നു, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുന്നു. ഇങ്ങനെ വന്നുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആകും നമ്മൾ, അല്ലേ? ആ കൺഫ്യൂഷനിൽ നിന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തില്ല. മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് റിസൾട്ട് കിട്ടുള്ളൂ. മറ്റതല്ലെങ്കിൽ നമ്മൾ പ്ലാൻഡ് ആയിരിക്കും. ഓക്കെ, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്ന എക്യുപ്മെൻറ്റ്സ് ആണ് അതിന് വേണ്ടത്, അയാൾ ഇങ്ങനെയാണ് നിൽക്കേണ്ടത്, ഇങ്ങനെയാണ് നടക്കേണ്ടത്, ഇങ്ങനെയാണ് അതിൻ്റെ ലൈറ്റ് കൊടുക്കേണ്ടത്, ഇങ്ങനെയാണ് അതിൻ്റെ ഫീല് വരിക. അതിനിടയ്ക്ക് ഇങ്ങനെ ഇപ്പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോൾ ഇവിടെയാണ് അത് റിവീലാകുക. ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു കാള ഇങ്ങനെ നിൽക്കുന്ന കാളയുടെ ഇപ്പുറത്ത് റിവീലാകുക. ഇങ്ങനെ ഒരു ഡിഫൈൻഡ് സാധനം നമുക്ക് കിട്ടും. അതില്ല എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെറുതെ ചോദിച്ചുകൊണ്ടിരുന്ന എഴുവും വർക്ക്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ വിശ്വസിക്കണം, അവരത് പണുവാ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞൊരു വിശ്വാസം പറഞ്ഞു. ഏത് ഡയറക്ടറാണ് സാറിന് ഏറ്റവും കറക്റ്റ് ആയിട്ട് ക്ലോസ് ഷോട്ട് വേണം, ഇവിടെ വൈറ്റ് ഷോട്ട് വേണം, അല്ലെങ്കിൽ ഇത്രയും ആർട്ടിസ്റ്റിന് ഈ ഒരു സീനെ കാണിക്കണം, അത്രയും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ഡയറക്ടർ ആരാണ്? പൃഥ്വിരാജ്. എംബ്രാനിലും അങ്ങനെ തന്നെയാണ്, എല്ലാം കറക്റ്റ് ആയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു എല്ലാവർക്കും കൃത്യം കാര്യങ്ങൾ അറിയാം. അതായത് ഒരു സംവിധാനം ഇതാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചെയ്യപ്പെടേണ്ടത്. ഒരു 1-2 ഷോട്ട് അപ്പുറം കൂടും ഇപ്പുറം കൂടും, കുറച്ച് അപ്പുറത്തൊരു ആംഗിളുണ്ട്, ഇവിടെ ആംഗിളും, അത് ഡിഫറൻസ്. പക്ഷെ ഇന്നതാണ് വേണ്ടത് എന്ന് കൃത്യം ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതെ. ഏറ്റവും ചലഞ്ചായിട്ട് ചെയ്ത ഏതെങ്കിലും ഒരു മൂവി ഉണ്ടോ, ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയ, അല്ലെങ്കിൽ ഷോട്ട് എടുക്കുന്ന കാര്യത്തിലായാലും അല്ല അങ്ങനെ തോന്നിയ മൂവി? എനിക്ക് എല്ലാ മൂവിയും ചലഞ്ചിങ് ആണ്. കാര്യം എൻ്റെ അറിവ് ഇതിനകത്ത് ഭയങ്കര പരിമിതമാണ്. അപ്പം അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു പേര് വരികയോ അല്ലെങ്കിൽ ആ ഫിലിമിന് എന്തെങ്കിലും പേര് വരികയോ അതിൻ്റെ ഒരു ക്വാളിറ്റി ചർച്ച കൂടുകയോ ചെയ്യാം. അപ്പോൾ എല്ലാ സിനിമകളും നമുക്ക് അത്തരം ചലഞ്ചുള്ള സിനിമകൾ തന്നെയാണ്. എല്ലാ സിറ്റുവേഷൻസും നമ്മളൊരു പല സ്ഥലത്തും ഇപ്പോൾ എസ്പെഷ്യലി ചലഞ്ച് ഇഷ്ടംപോലെ ഉണ്ട്. ലൂസിഫറിൽ മറ്റേ ലക്ഷദ്വീപിൽ നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന രാജു ആ ബോട്ടിനകത്ത് കയറി ഫൈറ്റും കാര്യങ്ങളും, 2 ബോട്ട് വരികയും മറ്റേ ബോട്ട് സെൻറ്റർ വരികയും ഒക്കെ ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. ഇത് നമുക്ക് കാണുമ്പോഴും ഒക്കെ ഈസിയാണ്, ഭയങ്കര രസമാണ് കാണാനൊക്കെ. പക്ഷേ ആ ബോട്ട് നമ്മളൊരു ബോട്ടിൽ പോയി ഒരു സ്ഥലത്ത് നിൽക്കണം, അല്ലേ? ആ സ്ഥലത്ത് നിന്ന് 2 ബോട്ട് മറ്റേ ബോട്ട് വരുമ്പോൾ സെൻറ്ററിൽ കൂടി ഈ ബോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഈ ബോട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ ബോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇത് ഏതാ സെൻറ്റർ എന്നോ ഒന്നും അറിയത്തില്ല. അത് മറ്റേ ബോട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ ലൈറ്റ് വെക്കുന്നുണ്ടാവും, ഇപ്പുറത്തെ സൈഡിൽ ലൈറ്റ് വെക്കും, ഈ ബോട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ ബോട്ട് ഇങ്ങനെ നിൽക്കും, നമ്മൾ അവിടെ നിൽക്കും. കടലല്ലേ, ഇങ്ങോട്ട് പോയി നിൽക്കും. അപ്പോൾ ഇത് പിന്നെ അത് വീണ്ടും എവിടെ ഇങ്ങനെ കെട്ടി പിടിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വീണ്ടും ലൈറ്റിന് കറക്റ്റ് ആകുമ്പോൾ ആ ബോട്ട് പോകും, നമ്മുടെ ബോട്ട് പോകും. അപ്പൊ ഇത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടൊരു പ്രോസസ് ആയിരുന്നു അതിനകത്ത് അന്ന്. എംപുരാനിൽ അങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് കടന്ന് വന്നോ? അത് എംപുരാൻ വരട്ടെ, എന്നിട്ട് അതിനെ കുറിച്ച് വേറൊരു ഇന്റർവ്യൂ നമുക്ക് നടത്താം. അപ്പൊ നമുക്ക് അതിലൊരു മാജിക് തന്നെ കാണാൻ പറ്റുമോ ഞങ്ങൾക്ക്? മാജിക് ഒന്നുമില്ല,
അതിനകത്ത് മെനക്കേട് കാണാൻ പറ്റും. കണ്ടിറങ്ങുമ്പോ ശരിക്കും എല്ലാരും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തന്നെ. അത് അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ പിന്നെ നിങ്ങൾ അതിനെ മാജിക് എന്ന് വിളിച്ചാൽ നമുക്ക് സന്തോഷം. ഓക്കെ. ഇപ്പം രാജുവേട്ടൻ ആൻഡ് സാറിന്റെ ഒരു കെമിസ്ട്രി പോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ദുൽഖർ സൽമാൻ ആൻഡ് നിമിഷ് രവി സിനിമാറ്റോഗ്രാഫർ, അവരുടെ ഒരു കോംബോ രസമാണ്. എനിക്ക് തോന്നുന്നത് ദുൽഖറിന്റെ മിക്ക പടങ്ങൾ എടുത്ത് നോക്കിയാലും നിമിഷ് രവി ആയിരിക്കും സിനിമാറ്റോഗ്രാഫർ. അപ്പം DQ എന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ നിൽക്കരുത്, നീ വേറെ പടങ്ങൾ ചെയ്യും, നീ എൻ്റെ അടുത്തൊന്നും കംഫർട്ടായി നിൽക്കരുതെന്ന്. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ്. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ മൂവീസ് ചെയ്തേക്കുന്നത് രാജുവേട്ടനും ആയിട്ടായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതെനിക്കറിയില്ല കേട്ടോ, രാജു അങ്ങനെ ഒരു കംഫർട്ട് പൊസിഷനിലാണ് ഞാനൊന്ന് എവിടെയും പറഞ്ഞതായിട്ടോ അതൊന്നും എനിക്കങ്ങനെ അറിയില്ല. പക്ഷെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒരു എനിക്ക് അറിയില്ല. രാജു എന്നാൽ പിന്നെ നമുക്ക് സുഹൃത്തിനെ നോക്കൂ, സുഹൃത്തുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് രാജു എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി അത് പറയാനും സാധ്യതയില്ല. അല്ല, അങ്ങനെ ഒരു കക്ഷിയല്ല പൃഥ്വിരാജ് എന്ന് പറയുന്ന കക്ഷി. ഇപ്പം ദുൽഖറും അങ്ങനെ ഒരു സംഗതിയില്ല. അപ്പം എവിടെയോ എങ്ങനെയോ ഒത്ത് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒത്തു വരികയും ഇത് ചിലപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ, ഫ്രീ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ചിലപ്പം അത് അങ്ങനെ വരുന്നതാണ് അതൊക്കെ. അല്ലാതെ ഒരു ശരി കോമ്പോയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ആരും ഇതിനകത്ത് വയ്ക്കാൻ സാധ്യതയില്ല. ഇപ്പം ദൃശ്യം എടുത്തു നോക്കിയാലും 7th എടുത്തൊക്കെ നോക്കിയാലും അവിടെ ഭയങ്കര ട്വിസ്റ്റിംഗ് നടക്കുന്ന സംഭവങ്ങളാണ്. ഭയങ്കര ആൾക്കാരിങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന മൊമെന്റ്സുകളാണ്. അപ്പൊ അത് എടുക്കുന്നതാണോ ഈസി, അതോ അമർ അക്ബർ ആന്റണി പോലെ ഫൺ എന്റർടൈൻമെന്റ് അതും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനാണോ ഈസി? എല്ലാം ഈസിയാണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം ഇവിടെ. പക്ഷെ ഒട്ടും ഈസിയല്ല, ഒന്നും ഈസിയല്ല. നമുക്ക് ഇതെല്ലാം ഷൂട്ട് ചെയ്യാം, ജസ്റ്റ് ക്യാമറ വെക്കുക, ഷൂട്ട് ചെയ്യുക എന്നുള്ളതും ചെയ്യാം അല്ലേ. പക്ഷെ അതിനകത്ത് വേറെന്തോ തരം അത് ആ സാധനം ഫീൽ ചെയ്യിപ്പിക്കണം, ക്രിയേറ്റ് ചെയ്യണം. അത് രണ്ടിലും വേണം. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ എഡ്ജ് ഓഫ് ദ സീറ്റ് വേണമെങ്കിൽ ഇപ്പോൾ എസ്ര ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഞാൻ ഇത് ഇപ്പോൾ നിങ്ങളിപ്പോൾ 2 ലൈറ്റ് അപ്പുറം വെച്ചിരിക്കുന്നില്ല, നിങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റും. ഈ 2 ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ടും ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ മുഖവും എൻ്റെ മുഖം ഇപ്പോൾ 2 സൈഡിലും ലൈറ്റ് ഉണ്ട്, താങ്കളുടെ മുഖം 2 സൈഡിലും ലൈറ്റ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രോപ്പർട്ടീസ് മുഴുവൻ ആൾക്കാർക്ക് കാണാം, ആൾക്കാർക്ക് ഇതെല്ലാം കാണാം, വിസിബിളാണ്. പക്ഷെ ഇങ്ങനെയും ഷൂട്ട് ചെയ്യാം സിനിമ. ഇതാണോ ക്വാളിറ്റി? എന്നാൽ ലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ഷെയ്ഡ് വരുത്തി ചിലപ്പം ചില ആൾക്കാർ ഇരുട്ടത്ത് നിന്നായിരിക്കും സംസാരിക്കേണ്ടത് ചില സീക്വൻസിൽ. അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് സിനിമ. അതൊക്കെ ഡിമാൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഒരു അമർ അക്ബർ തോണി ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു വാം ലൈറ്റ്സ് അന്ന് കൂടുതൽ യൂസ് ചെയ്തിട്ട് കുറച്ചൊരു ഗോൾഡൻ ടോൺ, എല്ലാവർക്കും ഒരു ഭയങ്കര രസമുള്ളൊരു ഗോൾഡൻ ടോണിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ആൽവിൻ ആൻ്റണിയൊക്കെ എന്ത് ലൈറ്റ് ഇയാൾ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ലൊക്കേഷനിലൊക്കെ പലരോടും പറഞ്ഞിട്ടൊക്കെ എനിക്കറിയാം. അപ്പം ഞാനതൊന്നും മറുപടിയും പറയില്ല, എനിക്കറിയാം. ഇതൊരു ദിവസം തിരിച്ച് പുള്ളി എന്നോട് പറയും, എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാനത് നമ്മുടെ കാര്യത്തിന് ഷൂട്ട് ചെയ്തിട്ട് പോയി. പിന്നെ അന്ന് KPSC ചേച്ചിക്കുള്ള സമയമായിരുന്നു. അപ്പോൾ അന്ന് നല്ല ഹെവി ലൈറ്റ്സ് ആയിട്ടുള്ള വാം ലൈറ്റ്സ് ഉണ്ട്. വാം ലൈറ്റ്സിന് കുറച്ച് ചൂട് കൂടുതലാണ്, വൈറ്റ് ലൈറ്റ്സിന് ചൂട് കുറവുമാണ്. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാം ലൈറ്റ്സിനും വൈറ്റ് ലൈറ്റ്സിനും. അപ്പോൾ അത് ചൂട് കൂടുതലുള്ള ഹീറ്റ് കൂടുതലുള്ള ലൈറ്റ്സാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തത്. ഡിനോ അല്ലെങ്കിൽ 5KVs വാം ലൈറ്റ്സ് ഒക്കെ ഇട്ട് എക്സ്റ്റീരിയറിലും ഒക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം KPSC ചേച്ചിയുടെ ഈ മുതുക് ഭയങ്കരമായിട്ട് പൊള്ളി ചുവന്ന് പോയി. കാര്യം അത് കുറേ സമയം ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ഒരു ഷോട്ട് 1-2 തവണ കൂടുതൽ എടുത്തപ്പോൾ ചേച്ചി അവിടെ തന്നെ ഒന്ന് നമുക്ക് തെറ്റ് വരുമല്ലോ. അപ്പോൾ അവിടെ തന്നെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് ചേച്ചി ഇറിറ്റേറ്റഡ് ആയി കുറച്ച്. ഇത് അന്ന് ചേച്ചി മഞ്ജുവിൻ്റെ അടുത്ത് പറയണ്ട, നിൻ്റെ ഭർത്താവ് എന്നെ പൊള്ളിച്ചു വിട്ടു, ഇവിടെ നോക്കി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു. അപ്പം മഞ്ജു വന്നു എന്നെ അത് ഭയങ്കര പരാതിയായിട്ട് പറഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞു വന്ന്. പക്ഷെ അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പോവും. ആർക്കൊക്കെ എന്തൊക്കെ പരാതി ഉണ്ടെങ്കിലും ഫൈനലി എൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് ഇതെല്ലാം ആൾക്കാർ വേറൊരു തരത്തില്ല പിന്നെ സംസാരിക്കുക. ഇപ്പം ഞാൻ അന്ന് എന്നെ കുറ്റം പറഞ്ഞ ആൽവിൻ ആൻ്റണി അല്ല, ഇതിൻ്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ അത് സിനിമ ഇറങ്ങി സിനിമ ആൾക്കാർ അത് കളർഫുള്ളാണെന്നും വേറൊരു തരം ഫീൽ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അന്ന് സംസാരിച്ച ആൽവിൻ ആൻ്റണി അല്ല എന്നോട് സംസാരിച്ചത്. അപ്പോൾ അത് വേറൊരു തരത്തിലുള്ള ഭയങ്കരമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാനത് മറ്റേ അവിടെ കണ്ടു ഇവിടെ കണ്ടു, അതിൻ്റെ പോർഷൻസ് ഇത് കണ്ടു, ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇത് നമ്മൾക്ക് ഇതേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് ചേട്ടാ അത് അങ്ങനല്ല ഇങ്ങനെയാണ് ചേട്ടാ ഉദ്ദേശിച്ചത് ഇത് പറയാൻ പറ്റില്ല. എത്ര പേരോട് പറയും? റിസൾട്ട്
അത് റിസൾട്ടാണ് അത് എപ്പോഴും. ഓക്കെ. ഇപ്പം ചേട്ടന് ഈ ഒരു സിനിമാ മോഹം കൊണ്ട് തന്ന ഒരു മൂവി എന്ന് വെച്ചാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. അതിൽ ഫാസിൽ സാർ, ലാലേട്ടൻ, അപ്പൊ അവരെ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫ്രെയിം കിട്ടി. അപ്പൊ ആദ്യം എന്താണ് തോന്നിയത്? അവർ രണ്ടുപേരും ലൂസിഫറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുമിച്ച് അവരെ രണ്ടുപേരെ ഫ്രെയിം വെക്കാൻ പോയപ്പോ പെട്ടെന്ന് മനസ്സിൽ കൂടെ പോയത് എന്താണ്? അല്ല, ഇത് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇവർ രണ്ടുപേരും ഉണ്ട്. ആ സീൻ ചാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവർ രണ്ടുപേരും വരുന്നത്. ഫ്രെയിമിൽ കാണുമ്പോഴേ അതിന് മുമ്പേ നമുക്കറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്ന സീനാണ്. സോ അതിന് മുമ്പേ നമ്മൾ എക്സൈറ്റ്മെന്റിലാണ്. ഓക്കെ, ഫാസ്റ്റ് സാർ വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, ലാൽ സാർ വരുന്നുണ്ട്, ഒരുമിച്ച് ഉണ്ട്, എക്സൈറ്റ്മെന്റിലാണ്. ഫ്രെയിം കാണുമ്പോഴല്ല. പക്ഷെ അന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ അവരുടെ അടുത്ത് രണ്ടുപേരുടെ കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന പോലെയാണ് എൻ്റെ സിനിമ ലൈഫ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ സിനിമയെ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് നേരം സംസാരിച്ചു. അന്ന് എത്രാം ക്ലാസ്സിലായിരുന്നു, ഏതിലായിരുന്നു, എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു, കുറച്ച് നേരം സംസാരിച്ചു രണ്ടുപേരും. ആസ് എ ആക്ടർ ഇപ്പം ലാലേട്ടൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്ടർ ആയിട്ടാണ് പറയുന്നത്. അതേപോലെ ഡയറക്ടർ പറയുന്ന പോലെ പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ലാലേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ആസ് എ സിനിമാറ്റോഗ്രാഫറിന് ഭയങ്കര ഈസിയാണ്, ഒറ്റ ടേക്കിൽ തന്നെ എല്ലാ ഷൂട്ടുകളും എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ല, ലാൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യം കേട്ടോ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടു. നമ്മുടെ ലാലേട്ടൻ, സിദ്ദിഖ് ലാലേട്ടൻ ലാൽ സാറിനെ കുറിച്ച് പറയുന്നത് വിയറ്റ്നാം കോളനിയിൽ ഒരു ഷൂട്ട് ചെയ്തപ്പോൾ അവരന്ന് അതാണ് ആദ്യത്തെ ഫസ്റ്റ് ഫിലിം തോന്നുന്നവരായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ സിദ്ദിഖേ ഇയാളൊന്നും ചെയ്യണില്ലല്ലോ എന്ന് ലാൽ സാറ് സിദ്ദിഖേട്ടനോട് അന്ന് സംസാരിച്ചു. ലാലേട്ടൻ സിദ്ദിഖേട്ടനോട് സംസാരിച്ചിരുന്നു. പിന്നെ അത് റഷൊക്കെ അടിച്ചു കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇയാള് ഭയങ്കര രസമായിട്ടുണ്ടല്ലോ എന്ന് പുള്ളി പറയണം. അപ്പോൾ മൈന്യൂട്ട് തിങ്സ് ആണ് ലാൽ സാറിൻ്റെ മുഖത്തുണ്ടാവുക. നമുക്ക് വെറുതെ ക്യാമറ വെച്ചുകൊണ്ടിരുന്ന ഇതൊന്നും മനസ്സിലാവില്ല. അപ്പം സ്ക്രിപ്റ്റ് അത്ര ബൈഹേർട്ട് ചെയ്ത് ആ ക്യാരക്ടറിന് അത്ര മനസ്സിലാക്കിയിട്ടാണ് പുള്ളി അതിനകത്ത് ഓരോ സാധനങ്ങളും പെർഫോം ചെയ്തത്. എനിക്ക് കൃത്യം അനുഭവം ഉള്ളത് ദൃശ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അതിനകത്ത് പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും ലാസ്റ്റ് സീനിൽ പോലീസ് സ്റ്റേഷനിൽ സാറും സാറിൻ്റെ ഈ സ്റ്റേഷനും ഞങ്ങൾ ഉറപ്പായിട്ടും രക്ഷിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ താഴേക്ക് നോക്കി താൻ കണ്ടായിരുന്നോ? ഇല്ല, ഇത്ര പോലും ഞാൻ കണ്ടിട്ടില്ല ലാൽ സാറാ താഴേക്ക് നോക്കിയത്. അതായത് പക്ഷേ അത് ക്ലോസ് ആണ്. സിനിമയിൽ അതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. ആ ഒരു ഇത്രയേ ഉള്ളൂ, ചെറിയ സാധനമേ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അത് റിവീൽ ചെയ്യുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ സാധനം ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. അതൊരാൾക്ക് ചിലപ്പം വേറൊരാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം പുള്ളി അത് അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ഭയങ്കര പർപ്പസ്ഫുള്ളി സാറിൻ്റെ ഈ സ്റ്റേഷനും ഇത്രയും ഹോൾഡ് ചെയ്താൽ നല്ല പോലീസുകാരനാണെങ്കിൽ ഓൺ സ്പോട്ട് പിടിക്കും. ഹലോ, എന്താ അവിടെ നോക്കിയത്, കുഴിക്കട അവിടെ എന്ന് പറയും. അപ്പം അതിനൊരു ഇടം കൊടുക്കാതെ എന്നാൽ പുള്ളിയുടെ ഫീൽ അതിനകത്തുണ്ട്. അതൊരു ഭയങ്കര മൈന്യൂട്ടായിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പുള്ളി കംപ്ലീറ്റ് ആക്ടർ ആവുന്നത്. അതുപോലെ തന്നെ സതയം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലാസ്റ്റ് മിനിറ്റിൽ ആ കുട്ടികളെ കൊല്ലുന്നതിനും കുട്ടികൾ ഇനി അത് പോകരുതെന്ന് പറഞ്ഞിട്ട് കൊല്ലുന്നൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൽ ലാൽ സാറിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്, ഉഗ്രൻ സിനിമയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ലാൽ സാറിൻ്റെ. അതിനകത്ത് പിള്ളേരെ വെച്ചിട്ട് പുള്ളിയുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് പുള്ളിയുടെ അടുത്ത് പറയണമെന്ന് അയ്യോ സാർ കൊല്ലരുതെന്ന് പറയാൻ നമുക്ക് തോന്നും. അതുപോലെ പുള്ളിയുടെ ഫേസ് അങ്ങോട്ട് മാറി എന്നാൽ നമുക്ക് ആ പിള്ളേരുടെ അടുത്തുള്ള സ്നേഹമുണ്ട്. പുള്ളി ഇനി ലോകത്തിനോടുള്ള അമർഷം മുഴുവനുണ്ട്, കൊച്ചുങ്ങളോട് സ്നേഹമുണ്ട്, ആ കൊച്ചുങ്ങളെ കൊല്ലുന്നതിൽ ഇദ്ദേഹത്തിനുള്ള വിഷമമുണ്ട്. ഇതൊരാളത്ത് ഇത്രയൊക്കെ വേണമെന്ന് പറയാനേ പറ്റുമോ? അത് മുഖത്തേക്ക് വരുത്തുക എന്ന് പറയുന്നതും അതിനെ മൈന്യൂട്ട് സാധനങ്ങൾ വരുത്തുക എന്ന് പറയുന്നതും ഇറ്റ്സ് നോട്ട് ഈസി. അതുകൊണ്ടൊക്കെയാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ പറ്റുന്നത്. സാറിന് ഒരു ഫിലിം കാണുമ്പോൾ അതിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങി, ഇപ്പൊ തിയേറ്ററിൽ ഇരുന്ന് കാണും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കാണും, അതിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങി ഇമോഷൻസ് വരുമ്പോൾ ആ ഇമോഷണൽ ആകുക അല്ലെങ്കിൽ വയലൻസ് വരുമ്പോൾ കുറച്ച് ഉള്ളിൽ വരിക, അങ്ങനെയൊക്കെ ഉള്ള കൂട്ടത്തിലാണോ? ഒരു കലാകാരൻ എപ്പോഴും ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ളൊരു കക്ഷിയാണ്. ഞാൻ കരയും, ചിരിക്കും, അട്ടഹസിക്കും, തുള്ളിച്ചാടും ഒക്കെ ചെയ്യും. അത് അതിൻ്റെതായിട്ടുള്ള അവസ്ഥകളിൽ ഞാനതെല്ലാം ചെയ്യും. ഇപ്പൊ സാറിന് ഇപ്പൊ ഒരു വയലൻസ്, ഇപ്പൊ മാർക്കോ പോലത്തെ ഒരു മൂവി ഇപ്പൊ സാറിന്റെ കയ്യിൽ കിട്ടുകയാണ്,
യു ഷുഡ് ഷൂട്ട് അല്ലേ, സിനിമാറ്റോഗ്രാഫി സാറാണ്. അപ്പം അത്രയും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഭയങ്കര വയലൻസ് നിറഞ്ഞ ഒരു മൂവിയാണ് മാർക്കോ. അപ്പം അത്രയും ആസ് എ ആക്ടിങ് ആണെന്ന് അറിയാം, എന്നാൽ അത്രയും വയലൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും അങ്ങനത്തെ ഒരു വയലൻസ് നിറഞ്ഞ ആൾക്കാരെ കുത്തിക്കൊല്ലുന്നാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. അല്ല, ആസ് എ സിനിമാറ്റോഗ്രാഫി അല്ല, ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഭയങ്കര വയലൻസ് നിറഞ്ഞ മൂവിയാണ്. വയലൻസ് ഇസ് ഡിഫറൻസ്. വയലൻസ് ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരാളുടെ ഇപ്പോൾ ഒരു കൊലപാതകം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോയി കൊല്ലുന്നൊരു ഇമോഷനല്ലല്ലോ നമുക്ക് കിട്ടുന്നത്. അത് ഡിഫറെൻ്റ് ആണ്. മറ്റേ ചിരിക്കുന്ന ഒരു സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരുന്നത് അത് വേറെ, കരയിക്കുന്ന ഒരു സീക്വൻസ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയുന്നത് വേറെ. എന്ന് പറഞ്ഞാൽ നമ്മൾ അഴികൂടുമ്പോൾ പോയി അഴികൂടാൻ പറ്റുമോ അപ്പുറത്ത്? അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സാറിന് അങ്ങനത്തെ ഒരു വയലൻസ് ഒരു മൂവി ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ സിനിമാറ്റോഗ്രാഫർ ആയിട്ട് സാറിനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിപ്പോ ഏത് തരം മൂവിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യണ്ടേ? നമ്മൾ അനാർക്കലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിന്റെ ഡയറക്ടറിനെ പറ്റി നമ്മൾ ചോദിക്കാൻ വിട്ടുപോയി. അപ്പൊ സച്ചി സാറായിട്ടുള്ള സാറിന്റെ അടുപ്പം എങ്ങനെയായിരുന്നു? സച്ചിയായിട്ട് ഞാൻ വളരെ നല്ല അടുപ്പത്തിലാണ്. അതായത് നമ്മളൊരു ബ്രദർലി അഫെക്ഷനൊക്കെ ഉള്ള സുഹൃത്തെന്നുള്ള ഒരു വലിയൊരു ബ്രദർലി അഫെക്ഷനുള്ള ഒരു കക്ഷിയാണ് സച്ചി. എപ്പോഴും നമുക്ക് ഒരു ഭയങ്കര മിസ്സിങ് ആണ് നമുക്ക് സച്ചി എന്ന് പറയുന്നൊരു കലാകാരൻ. ആക്ച്വലി ഭയങ്കര മിസ്സിങ് ആണ്. സച്ചിയുടെ കയ്യിലുള്ള അത്രയും ഡെപ്ത് നമുക്ക് ക്യാരക്ടേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു റൈറ്റർ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡൗട്ട്. ആ ഡെപ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റൈറ്റർ. പടം ഹിറ്റാക്കുന്ന റൈറ്റേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അല്ലെങ്കിൽ സിനിമകൾ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ആലോചിക്കുന്ന റൈറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ച് അതിൻ്റെ ഡെപ്ത് കൊടുക്കാൻ പറ്റുന്ന ഇനിയിപ്പോൾ ഉണ്ടോ, ഇനി ഉണ്ടാകുമായിരിക്കും, പക്ഷെ ഇപ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്. അതുപോലെ എനിക്ക് നമുക്ക് മലയാള സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി ഒരു ഭയങ്കര മിസ്സിംഗ് ആയിട്ടുള്ള വിഷയമാണ്. മനസ്സിലായി. ലാസ്റ്റ് ഇവർ രണ്ടുപേരും എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയുന്നു. ലൂസിഫറിലേക്ക് ഉപയോഗിച്ച ലെൻസ്, അത് ലെൻസിന്റെ പേരെന്തായിരുന്നു? അനമോർഫി. അപ്പൊ സിനിമാറ്റോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെ ഇവരെ പോലുള്ളവർക്കൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണ് അനമോർഫിക് ലെൻസ്. ലൂസിഫറിലെ എംപുരാനിൽ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫോർമാറ്റ് വേറെയാണ്, മറ്റേ ആസ്പെക്ട് റേഷ്യോ വേറെയാണ് ടോട്ടലി നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്രൊജക്ഷൻ ഫോർമാറ്റാണ്. 1:2.8 എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഫോർമാറ്റാണ്. ഇപ്പോൾ നോർമൽ ജനങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകാൻ സാധ്യതയില്ല, പക്ഷേ അങ്ങനെ ഒരു ഫോർമാറ്റാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ മുകളിലും ടോപ്പ് ആൻഡ് ബോട്ടം കുറച്ച് സ്ക്യൂസ്ഡ് ആയിരിക്കും, കട്ടായിരിക്കും. ഒരു ലെങ്തി ഫോർമാറ്റിലായിരിക്കും ഈ സാധനം കാണുക. ലെങ്തി ഫോർമാറ്റ് അതിനകത്ത് യൂസ് ചെയ്യുന്നതിന് കാരണം നിങ്ങൾ സിനിമ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സെൻട്രൽ പോർഷനിൽ ഒരാളുണ്ടാവും, അതിൻ്റെ ചുറ്റും അതിൻ്റെ ഇടതും വലതും ആയിരങ്ങളുണ്ടാവും. എന്ന് പറയുമ്പോൾ ആയിരങ്ങളുണ്ടാവുന്ന ഒരു ഫീല് വരണമല്ലോ. ആ ആയിരങ്ങളുടെ ഫീലിനാണ് നമ്മളത് അത്തരം ഫോർമാറ്റായിട്ട് യൂസ് ചെയ്തത്. പക്ഷെ അത് പിന്നെ ഫുൾ സിനിമയ്ക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് അങ്ങനൊരു ഫോർമാറ്റ്. ഫൈനലി ലാസ്റ്റ് ആയിട്ട് സാറിനോട് ചോദിക്കാനുള്ളത്, ഇവരുടെയൊക്കെ ഡ്രീംസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ സിനിമയിൽ സിനിമാറ്റോഗ്രാഫർ ആവണം, അല്ലെങ്കിൽ കുറെ മികച്ച ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ സാറിനെ പോലുള്ളവരുടെ ഒപ്പം ആദ്യം അസിസ്റ്റ് ഒക്കെ ചെയ്ത് പഠിക്കണം എന്നൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവരോട് എന്ത് ടിപ്പാണ് സാറിന് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഒന്ന്, സിനിമ ഭയങ്കര റിസ്ക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതിനകത്ത് നമ്മൾ ലൈഫ് സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, എന്നാൽ മാത്രമാണ് സിനിമയിൽ എന്തെങ്കിലും ആകണം. അത് ഇന്ന ദിവസം ആകുമെന്നോ നാളെ ആകുമെന്നോ മറ്റന്നാളാകുമെന്നോ പറയാനേ പറ്റത്തില്ല. അതെന്നാണോ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, മെൻ്റൽ കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. വളരെ നന്നായിട്ട്, അതായത് 100% ആത്മാർത്ഥതയോട് മാത്രം വർക്ക് ചെയ്യാൻ തീരുമാനിക്കുക. ദെൻ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റി. അപ്പൊ ഇനി നമ്മൾ എമ്പുരാൻ റിലീസിന് ശേഷം, സക്സസ് ആയതിനു ശേഷം വീണ്ടും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വരിക, ഞങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കുക. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.